ഒരു തിരഞ്ഞെടുപ്പിന്റെ ചൂടും ഭാരവുമെല്ലാം അടങ്ങി അതിന്റെ റിസൾട്ടിനായി സാദോരം കാതോർത്തിരിക്കുകയാണ് നമ്മൾ. ഏത് സംഭവത്തിലും നമുക്ക് പഠിക്കാനും ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നമ്മോട് വിളിച്ചറിയിക്കുന്ന ഏറ്റവും പ്രധാന നഗ്നമായ സത്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 39 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇലക്ഷനായിരുന്നു, തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയ ഈ തിരഞ്ഞെടുപ്പ് എന്ന് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏകദേശം ജനങ്ങളിൽ 80.54% ജനാധിപത്യ വിശ്വാസികളും അവരുടെ സമ്മതിദായാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണക്കുകളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ അവർ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് SIR-നെ ഭയന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി പുതിയ ഒരു ഇന്ത്യയിൽ രൂപപ്പെടാനിരിക്കുന്ന ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ഫാഷിസത്തിന്റെയും അതുപോലെ പുതിയ നിയമങ്ങളെയും ഭയന്നുകൊണ്ടാണോ ജനാധിപത്യ വിശ്വാസികൾ ഇങ്ങനെയൊരു പോളിംഗിലേക്ക് ക്രമാതീതമായി ഏകദേശം 39 വർഷത്തിനിടയിൽ ആയിട്ടാണ് ഇങ്ങനെയൊരു കണക്ക് രേഖപ്പെടുത്തുന്നത്? ഇത്രത്തോളം ഉയർന്ന ശതമാനം. നമുക്ക് ഭൗതികമായ ജീവിതത്തിൽ ഭയമാണ്. ഗവൺമെന്റിനെ ആയാലും സമൂഹത്തിനെ ആയാലും രാഷ്ട്ര തലവന്മാരെ ആയാലും പേടിയാണ്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യം, ഇതിലേറെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ, നിങ്ങൾക്ക് മറ്റൊരു ലോകം വരാനുണ്ട്. മരണപ്പെട്ടാൽ ഒരാൾ ഖബറിൽ പ്രവേശിക്കുന്നതോടുകൂടി അവന്റെ ബർസഖിയായ ജീവിതം ആരംഭിക്കുകയാണ്. അവൻ ചെയ്ത അമലുകളും നന്മകളും മാത്രമാണ് ഉണ്ടാവുക എന്ന് നിരന്തരം നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ തിരുസുന്നത്തുകളുടെ മൊഴിമുത്തുകൾ നമുക്ക് പകൽ വെളിച്ചം പോലെ നമുക്ക് മുന്നിൽ ആണയിട്ട് പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ അതിനോട് മുഖം തിരിക്കുന്ന സന്ദർഭമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഞാൻ ഇന്ന് ഇവിടെ ആരംഭിച്ചു വച്ച ആയത്ത് പോലെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് വളരെ നൈമിഷികമായ അവസരങ്ങൾ മാത്രമാണ്. കേവലം 53-63 വയസ്സാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് കേരളത്തിന്റെ ആയുർദൈർഘ്യ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ, എന്നാൽ നോക്കൂ നിങ്ങൾ, 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഖബറിലാണ്. അതിനു മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ഇന്നും ഖബറിലാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ്. അങ്ങനെ പ്രവാചകന്മാർ 1500 വർഷം ഇവിടെ ജീവിച്ചത് കേവലം 53-63 വർഷമാണെങ്കിൽ ഇന്നും അവർ ഖബറിൽ 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ബർസഖിയായ ജീവിതം അവസാനിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മളെ ഭയപ്പെടുത്തുകയാണ്, പേടിപ്പെടുത്തുകയാണ്, ശരിയാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിജയം, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അല്ലാഹുവിനെ വഴിപ്പെട്ടു, നിങ്ങൾ റസൂലിനെ വഴിപ്പെട്ടു, എന്നിട്ടോ വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താലാണ് ഫഖദ് ഫാസ, അവനാണ് യഥാർത്ഥത്തിൽ ഫാസ, പാസായി വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് നിരന്തരം പ്രഖ്യാപനം നടത്തുകയാണ്.
നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ അതിനെ മുമ്പ് പറയുന്നുണ്ട്. പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം നമുക്ക് മുന്നിലുള്ള ഹദീസുകൾ, പ്രധാനമായി നമ്മൾ വിജയിക്കാൻ, ഒരു വിശ്വാസി വിജയിക്കണമെങ്കിൽ നമ്മോട് പറഞ്ഞു തന്നത് നിഅ്മത്താനി, രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, മഖ്ബൂലുൻ കസീറുൻ ഫീഹിമാ മിനൻ നാസ്, പക്ഷേ ജനങ്ങൾ അധിക പേരും അതിൽ വഞ്ചിതരാണ്, നിസ്സാരവൽക്കരിക്കുകയാണ്. നിഅ്മത്താനി മഖ്ബൂലുൻ കസീറുൻ ഫീഹിമാ മിനൻ നാസ്. എന്നിട്ട് ആരംഭക്കുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സിഹ്ഹത്തു വൽ ഫറാ. അത് ഏതാണെന്നറിയോ? അതവന്റെ ആരോഗ്യ സമയമാണ്. യുവത്വത്തിന്റെ തിളതിളപ്പും ചൂടും നിറഞ്ഞു നിൽക്കുന്ന 30കളുടെയും 40കളുടെയും അവന്റെ ആ യൗവന കാലത്തെ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യമായി കണക്കാക്കി ജീവിതത്തിൽ അവന്റെ പരിവർത്തനത്തിന്, അവന്റെ ഇബാദത്തുകൾക്ക് അവൻ ആക്കം കൂട്ടിയാൽ അവന് വിജയിക്കുമെന്ന് ആരംഭക്കുവായ മുഹമ്മദ് മുസ്തഫ. ഒഴിവ് സമയം അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ ഒരുമിച്ച് കൂടിയപ്പോൾ കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെത്ര ആളുകളാണ് ആശുപത്രി കിടക്കയിൽ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി, അവന്റെ ജീവിതത്തിന്റെ മിടുപ്പ് നിലനിർത്താൻ വേണ്ടി, അവൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഡയാലിസ് സെന്ററുകളിലും, അതുപോലെ വൃക്കയുടെയും കരളിന്റെയും ക്യാൻസർ രോഗികളുമായി നമ്മുടെ സഹോദരന്മാർ ഇന്നും ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഒഴിവ് സമയത്ത് നിങ്ങൾ കാര്യമായി പരിഗണിക്കണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന സെന്ററുകളിൽ ഒന്നാണ് ഡയാലിസ് സെന്ററുകൾ. കണക്കുകൾ പറയുന്നത്, ഇന്ന് ചാരിറ്റി ചിലവഴിക്കുന്നതിന്റെ കണക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ ആശുപത്രികൾ കുമിഞ്ഞു കൂടുന്നതിന്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ അത് ഡയാലിസ് സെന്ററുകളാണ്. കാരണം രോഗികൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഒരാൾക്ക് അവരുടെ രോഗവുമായി ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ടൈം നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്നാലിന്ന സമയം വരണം, അതുവരെ ആശുപത്രികൾ ബുക്കിങ്ങിലാണ്. അതാണ് പറഞ്ഞത് അൽ അസ്സിഹത്തു വൽ ഫറാ. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശാസ്ത്രം എത്ര വികസിച്ചിട്ടെന്ത് കാര്യം? ഇന്നും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വാർത്ത, ഒരു വിക്ഷേപണം, നാസയുടെ വിക്ഷേപണം, അവർ കണ്ടെത്തിയത് കറങ്ങുന്ന ചന്ദ്രന്റെ അപ്പുറം പരിശോധിച്ച് അതിന്റെ ചിത്രമെടുത്ത് ആ വിക്ഷേപണം തിരിച്ച് നമ്മുടെ ഭൂമിയിൽ പതിക്കാൻ ഏതാനും സമയങ്ങൾ കഴിഞ്ഞാൽ പതിക്കുമെന്ന് നാസയുടെ പുതിയ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മൾ ശാസ്ത്രത്തിനോട്, ശാസ്ത്രത്തിന്റെ ആ വളർച്ചയിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ, ഒരു പക്ഷേ ഒരു ഹൈഡ്രജനും 2 ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറയുമ്പോൾ, എന്നാൽ ഈ ഒരു ഓക്സിജന്റെ കണികയും 2 ഹൈഡ്രജന്റെ കണികയും ശാസ്ത്രത്തിന് മുന്നിൽ കൊടുത്താൽ ജലമെന്ന് പറയുന്ന ഏറ്റവും വലിയ ആ അനുഗ്രഹത്തെ നിർമ്മിച്ചു നൽകാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മെഗാ പിക്സലുകളുടെ കണക്കുകൾക്കനുസരിച്ച് ക്യാമറകൾ പരിവർത്തിപ്പിച്ചു വരുമ്പോഴും മനുഷ്യന്റെ ഈ മുഖത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയപ്പെടുന്ന കണ്ണിനെ സൃഷ്ടിക്കാൻ ആധുനിക ശാസ്ത്ര ലോകത്തിന് ഇതേവരെ കഴിയുന്നില്ല എന്നിടത്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുന്ന ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, സമയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകുമെന്ന്. അവിടെ പറയുന്നത് മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ മനുഷ്യൻ സെക്കൻഡുകൾ കടന്നു പോകുന്നത് പോലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ജുമുഅയിൽ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഇന്ന് മറ്റൊരു ജുമുഅയിലേക്ക്, ഇന്ന് ഇവിടെ ഇമാം ഖുതുബ ഓതാൻ മിമ്പറിൽ കയറാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് സമയം കഴിഞ്ഞു പോകും.
മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാതെ പോയി. കൊല്ലുന്നവൻ കൊല്ലപ്പെട്ടവനെ എന്തിനാണ് കൊന്നതെന്നറിയാതെ പോയി. നമുക്കറിയാം, ഈ കഴിഞ്ഞ രക്തസാക്ഷികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തിന്റെ അധ്വാനിക്കാൻ വേണ്ടി കടന്നു പോകുന്ന പിതാവിനെയാണ് എന്തെങ്കിലും പകപോക്കലിന്റെ അതിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ പലപ്പോഴും ഗുണ്ടാസംഘങ്ങളായി പാവപ്പെട്ട മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? അവനറിയില്ല, കൊല്ലപ്പെട്ടവനറിയില്ല താൻ എന്തിനാണ് കൊല്ലുന്നതെന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പുലരുന്ന പ്രവചനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ. ഒരു മനുഷ്യൻ അവൻ അടുത്ത ജുമുഅ വരെ അവന് സെക്കൻഡുകൾ കഴിഞ്ഞു പോകുന്നത് പോലെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ കാലം കഴിഞ്ഞു പോകുന്ന സമയം വരുമെന്ന്. നോക്കൂ നിങ്ങൾ, കണ്ണ് ചിമ്മുന്നതിൽ ഒരു സെക്കൻഡിൽ 13 തവണ 6 തവണ മനുഷ്യൻ കണ്ണ് ചിമ്മുമെന്ന് സയൻസ് പറയുമ്പോൾ അതിലേറെ വേഗതയിൽ സമയം കഴിഞ്ഞു പോകുന്ന സന്ദർഭം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സമയങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴും 7 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. 7 കാര്യങ്ങൾ, അത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതും 7 കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? എന്നിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. നിങ്ങൾ ഇപ്പോൾ ദരിദ്രനായിരിക്കില്ല, ഒരു പക്ഷെ നിങ്ങൾക്ക് ദരിദ്ര അവസ്ഥ കടന്നു വന്നേക്കാം. അങ്ങനെ ആ അവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തി ഇബാദത്തുമായി മുന്നേറണമെന്ന് പറയാം. ഫഖറും മുൻസിയ എന്നാണ് പറയുന്നത്. എല്ലാം മറപ്പിച്ചു കളയും. ദരിദ്രം വന്നാൽ, നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്ത ഒരവസ്ഥ വന്നാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തെ പോലും മറക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ടോ രണ്ടാമതായി പറഞ്ഞു, അതിക്രമിച്ചു കളയുന്ന നിങ്ങളുടെ സമ്പത്ത് എല്ലാവർക്കും ക്രമാതീതമായി ഉണ്ടായിരിക്കണം. പക്ഷേ സമ്പത്ത് കൂമ്പാരമായി കുമിഞ്ഞു കൂടി അള്ളാഹുവിനെയും ദീനിനെയും മറക്കുന്ന സന്ദർഭം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്തുമായി കഴിഞ്ഞു കൂടണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും കഴിഞ്ഞ ജുമുഅയിലും അതിന്റെ മുമ്പത്തെ ജുമുഅയിലൊക്കെ സൂചിപ്പിച്ച കാര്യമാണ്. ഇന്ന് ലോകം ദരിദ്രാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ലോകത്തെ ശതകോടീശ്വരന്മാരായ 12 പേരുടെ സമ്പത്ത് അത് ലോകത്ത് മുഴുവൻ അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിവെച്ച് അത് ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഗസയുടെയും അതുപോലെ സൊമാലിയൻ തെരുവുകളിലും പാവപ്പെട്ട പിഞ്ചോമനകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടുമ്പോൾ ഈ 12 ശതകോടീശ്വരന്മാരുടെ അവരുടെ ശരാശരി വരുമാനം ഉപയോഗിച്ചാൽ തന്നെ ലോകം രക്ഷപ്പെടുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയതാണ്. അതെന്താണ് മനസ്സിലാകുന്നത്? ഇന്ന് ലോകത്ത് ജീവിക്കാൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ഈ 12 ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് മതിയെന്നാണ്. അപ്പോൾ അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം നിർവചിച്ച സകാത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ റേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, നൈൽ നദി തീരത്ത് ഒരു മാൻപേട പിടഞ്ഞു ചത്താലും അതിന് ഈ ഖത്താബിന്റെ മകൻ ഉമർ കുറ്റക്കാരനായിരിക്കും. കാരണം ഒരു ഇസ്ലാം നിർവചിക്കുന്നത് ഒരാളെ പട്ടിണി കിടത്തരുത് എന്ന്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അതിലൊക്കെ വലിയ അർത്ഥവത്തായ കാര്യമുണ്ട്. സമ്പത്ത് കുമിഞ്ഞു കൂടിയാൽ മനുഷ്യൻ അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങുമെന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? സമ്പത്തിനനുസരിച്ച് സകാത്ത് എന്ന് പറയുന്ന ആ വളരെ ഇസ്ലാം സകാത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യന്റെ ആ സമ്പത്തിൽ കുമിഞ്ഞു കൂടിയ മാലിന്യമായിട്ടാണ് ഇസ്ലാം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ മാലിന്യത്തെ
ആ മോശമായ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അത് സകാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഇതൊക്കെ വലിയ മുന്നറിയിപ്പാണ്. ഒരാളെ അതിക്രമിച്ച് കളയുന്ന സമ്പത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്തിനായി ജീവിക്കണം. എത്ര കൊലപാതകങ്ങൾ ഇന്ന് നടക്കുന്ന, എത്ര കൊലപാതകങ്ങൾ. മക്കൾ ബാപ്പയെ കൊല്ലുന്നു, ബാപ്പ സ്വന്തം മകനെ കൊല്ലുന്നു. എന്തിന്റെ പേരിൽ? പലപ്പോഴും കുടുംബ സ്വത്ത് ഓഹരി വെക്കുന്നതിന്റെ പേരിൽ. ഇവിടെയാണ് പറഞ്ഞത് ഒരാളെ അതിക്രമിച്ച് കളയുന്ന സമ്പത്ത് നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്തുമായി കഴിഞ്ഞുകൂടണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി പറഞ്ഞ കാര്യം ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന രോഗങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ അതിക്രമിച്ചിങ്ങനെ ശരാശരി കണക്കിനപ്പുറം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ വല്യപ്പമാരും വല്യമ്മമാരും കേൾക്കാത്ത പുതിയ പുതിയ രോഗങ്ങൾ, ഒരു പക്ഷെ അവർക്ക് പോലും പേരിൽ പോലും കേൾക്കാത്ത പുതിയ പേരുകളും ആശുപത്രികളും അതിന്റെ സയൻസ് ലബോറട്ടറികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന രോഗം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്തുകളുമായി നല്ല രീതിയിൽ കഴിഞ്ഞുകൂടണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നീട് പറഞ്ഞത് പെട്ടെന്ന് മനുഷ്യൻ മരിച്ചു പോകാം, പെട്ടെന്ന് മരിച്ചു പോകാം. യൗവനക്കാരൻ മരിക്കുന്ന കാലഘട്ടമാണ്. 17ഉം 16ഉം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോ അവൻ വിളി കേൾക്കാൻ അവന്റെ നാവ് ചലിക്കാത്ത സന്ദർഭം. മഹാദല്ലാഹ്, അത് നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളും യുവതികളും അവർ രോഗം ബാധിച്ചവരായിരുന്നില്ല. അവരും ആരോഗ്യത്തോടെ, തന്റെ പിതാവിനേക്കാൾ ആരോഗ്യത്തോടെ, അതുപോലെ ജീവിതത്തിന്റെ സുഖ ശുദ്ധിയിലായി ജീവിച്ചവരായി. പക്ഷേ പെട്ടെന്ന് മരിച്ചു പോകുന്ന കാലഘട്ടം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്തുമായി അതിനെ സൽക്കരിക്കണമേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഈ 4-5 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പ് നമ്മെ ഇല്ലായ്മ ചെയ്യാനിരിക്കുന്ന നമ്മുടെ സമ്പത്തുകൾ, അതുപോലെ രോഗം, നമ്മെ ഇവിടെ മറപ്പിച്ചു കളയുന്ന രോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പറഞ്ഞത് ദജ്ജാൽ കടന്നു വരുന്നതിന് മുമ്പ് എന്നാണ്. അതൊരു പക്ഷേ അല്ലെങ്കിൽ ലോകാവസാനം. ഇതൊക്കെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കാര്യം നോക്കണേ എന്നാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കണേ, നിങ്ങൾക്കായി നിങ്ങളുടെ ഖബറിൽ ഉണ്ടാക്കണേ എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം എന്ന് പറയുന്നത് എപ്പോഴും തിന്മയിലേക്കായിരിക്കും നമുക്ക് ചെയ്യാൻ തോന്നും. പക്ഷേ എന്ത് വേണം, നമ്മൾ ബുദ്ധിയുള്ളവരാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. കേവലം മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്താശേഷിയുണ്ട്, അതുപോലെ വിവേക ബുദ്ധിയുണ്ട്. എന്ത് തിരഞ്ഞെടുക്കണം, എന്തിലേക്ക് പോകരുത്, എന്ത് സംസാരിക്കണം എന്നൊക്കെ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് നമ്മുടെ തലച്ചോറിൽ സന്നിവേശിപ്പിച്ച ജഗനികന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് മർമ്മപ്രധാനമായി ആരാധിക്കേണ്ടത് എന്ന സുശുദ്ധി ബോധമാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് 5 കാര്യങ്ങൾ വേറെ സന്ദർഭത്തിൽ പറയാം. അവിടെയും പറയുന്നത്, എവിടെയാണ് നീ മരിക്കാൻ നിനക്കറിയൂല. നാളെ നിന്റെ അവസ്ഥ എന്താ നിനക്കറിയൂല. അതുപോലെ എവിടെ നീ മരിക്കുമെന്നും അറിയൂല. അതുപോലെ മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ, അവൻ വിജയിയാണോ പരാജിതനാണോ എന്ന് അറിയൂല. ഈ 5 കാര്യങ്ങൾ, ഇങ്ങനെയും കാര്യങ്ങൾ അറിയാത്ത ഈ മനുഷ്യൻ നിസ്സാരനാണ്. മനുഷ്യന്